വിവോയുടെ വിവോ Y18T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y18T എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം HD റെസൊല്യൂഷന് ഇതിൽ കൊടുത്തിട്ടുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഇപ്പം 9500 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ അത് മിസ്സിംഗ് ആണ്. പക്ഷെ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പം പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വരുന്നില്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും പഞ്ചോൾ ഡിസൈനുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ കുറച്ച് ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 840 നിറ്റ്സ് ആണ്. ഇപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അത്ര മികച്ചതൊന്നുമല്ല. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനുള്ള പല ഫോണുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിൽ ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ ജെം ഗ്രീൻ അതുപോലെ തന്നെ സ്പേസ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T612 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്ര മികച്ച പ്രോസസർ ഒന്നും ഇതിൽ വരുന്നില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പെർഫോമൻസും മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ MediaTek Dimensity 6100+, അതുപോലെ തന്നെ MediaTek Dimensity 6300 ഇതുപോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ആ ഫോണുകളൊക്കെ 5G സപ്പോർട്ടും ഉണ്ട്. ഈ ഫോണിൽ 5G സപ്പോർട്ടില്ല, മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് ഇല്ലാത്തത് ഒരിക്കലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ മാത്രമേ 5G സപ്പോർട്ടൊക്കെ വരുന്നുള്ളൂ. എന്തായാലും ഇതിൽ മാക്സിമം 4G സപ്പോർട്ടേ ഉള്ളൂ. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 4GB റാം 128GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള വൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഒരു AI സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കുള്ള ടോൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് എന്ന് പറയാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 9499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ കൊടുത്തിട്ടുള്ളൂ, ബേസിക് ആയിട്ടുള്ള പ്രോസസറേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും ഉണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പം ഈ ഒരു ഫോൺ എടുക്കണോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്, അത് നോക്കാം. അതല്ല പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, അതൊക്കെ നോക്കാം. അതല്ല ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡുമായിട്ട് വരുന്ന ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, അതൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പം ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് വിവോയുടെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ
ഇത് കൺസിഡർ ചെയ്യാം എന്നുള്ളൂ, പക്ഷെ അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണല്ല. അപ്പം ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് ഈ ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.